പാകിസ്ഥാനിൽ അസീം മുനീർ കൂടുതൽ അധികാരത്തിലെത്തുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. പാകിസ്ഥാൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടത്തിൽ അസീം മുനീറിന്റെ ഉരുക്ക് മുഷ്ടി കൂടുതൽ ദൃഢപ്പെടുത്തുന്നതായും ഈ നീക്കം അതിനായി തന്നെയാണെന്ന് പൊതു വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന ആക്ഷേപങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ അസീം മുനീർ രംഗത്ത് വരുന്നത്. പാകിസ്ഥാൻ ഭരണഘടന ഭേദഗതി അത് ചെയ്യാൻ ഒരുങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. കരസേന മേധാവിയായ ഫീൽഡ് മാർഷൽ അസീം മുനീർ ആകട്ടെ പാകിസ്ഥാൻ ഭരണ സംവിധാനത്തിൽ പിടിമുറുക്കുന്നുവെന്ന റിപ്പോർട്ടിനെ അടിവരയിടുന്നതായിരുന്നു പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ പുറത്തുവരുന്നത്. സൈന്യത്തിന് കൂടുതൽ അധികാരം നൽകാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ ഭരണഘടനാ ഭേദഗതി എന്നാണ് റിപ്പോർട്ട്. സായുധ സേനയുടെ കമാൻഡുമായി ബന്ധപ്പെട്ട് നിർദ്ദിഷ്ട മാറ്റങ്ങൾ ഉൾപ്പെടുന്ന 27ാമത് ഭരണഘടനാ ഭേദഗതി ഉടൻ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് സർക്കാർ തന്നെ സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടത്തിൽ അസീം മുനീറിന്റെ വലിയ രീതിയിലുള്ള ശക്തി അത് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ കരസേന മേധാവി അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് നിയമിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭരണം നിയന്ത്രിക്കുന്നതിലെ അദൃശ്യ ശക്തിയായി തന്നെ അസീം മുനീറിനെ മാറ്റുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. വൈറ്റ് ഹൌസിൽ എത്തിക്കൊണ്ട് ട്രംപുമായി അസീം മുനീർ നേരിട്ട് കൂടിക്കാഴ്ച വരെ നടത്തിയതും വലിയ വാർത്തയായി തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷമാക്കിയിരുന്നു. വിവിധ ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള പാകിസ്ഥാന്റെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി തന്നെ നിർണായക നീക്കങ്ങൾക്കും അസീം മുനീർ ചുക്കാൻ പിടിച്ചതായും വ്യക്തമാക്കിയതാണ്. അതേസമയം ഇവിടെ വ്യക്തമാക്കുന്നത് പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്ന വിശേഷണത്തോടു കൂടി തന്നെയാണ് ട്രംപ് അസീം മുനീറിനെ പ്രകീർത്തിച്ചതെന്നും വലിയ രീതിയിൽ ഇത് പാക് മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള തലക്കെട്ടുകളായി തന്നെ ഇടം പിടിച്ചിരുന്നു. അതേസമയം 27ാം ഭേദഗതിക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മാറ്റങ്ങളിൽ സൈനിക മേധാവിയുടെയും സായുധ സേനയുടെയും കമാൻഡർമാരുടെയും ഒക്കെ തന്നെ നിയമനത്തെ അത് നിയന്ത്രിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 മാറ്റമാണ് പ്രധാനമായും തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയതെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. ഭരണഘടന കോടതികൾ സ്ഥാപിക്കൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിനുള്ള നടപടിക്രമങ്ങൾ അത് ലളിതമാക്കൽ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകളെ പുനഃസ്ഥാപിക്കൽ, ജഡ്ജിമാരുടെ സ്ഥലമാറ്റം എന്നിവയും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നതായും റിപ്പോർട്ടുണ്ട്. ആ ഒരു വിഭാഗത്തിൽ തന്നെ അതിൽ പ്രവിശ്യകളുടെ വിവാഹം അത് കുറയ്ക്കുവാനും വിദ്യാഭ്യാസം അതുപോലെ തന്നെ ജനസംഖ്യാക്ഷേമ മന്ത്രാലയങ്ങളുടെ നിയന്ത്രണം എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നതായും വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ ദേശീയ ധനകാര്യ കമ്മീഷന്റെ കീഴിലുള്ള പ്രവിശ്യ വിഹിതത്തിനുള്ള സംരക്ഷണം അവസാനിപ്പിക്കുവാനും ആ ഒരു ഭേദഗതിയിൽ നിർദ്ദേശമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.